നമുക്ക് ആരംഭിക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സ്നേഹവും കൃപയും നിറഞ്ഞവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ മഹിമപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തിയതിനായി സ്തോത്രം ചെയ്യും. ഈ പുതിയ ആഴ്ചയിലും തിരുകരുണാകാവലിൽ കാത്ത് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശിതരാകുവാനും മറ്റുള്ളവരെ സത്യത്തിലേക്കും വെളിച്ചത്തിലേക്കും ദൈവിക മാർഗത്തിലേക്കും നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയതാണ്. ഇന്നേ ദിവസം ആത്മാവിലും സത്യത്തിലും അങ്ങേ സന്നിധിയിലായിരിക്കാൻ കൃപ ചെയ്യുന്നു. ഞങ്ങളുടെ സഭയിലും ഭവനങ്ങളിലും സ്നേഹവും സന്തോഷവും ദൈവഭക്തിയും നിലനിർത്താൻ വാർദ്ധക്യ സഹജമായ ക്ഷീണത്താൽ രോഗാവസ്ഥയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മോളി ചേച്ചി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ തിരിച്ചെത്തി അങ്ങയെ മാറ്റപ്പെടുത്തുന്നതിന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആരാധനയിൽ പങ്കെടുക്കാൻ സാധിക്കാതിരിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും ആയിരിക്കുന്ന സ്ഥാനങ്ങൾ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ആരാധനയിൽ ആദ്യോടൊപ്പം സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു കർത്താവിനെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി 329 ഗീതത്തിന്റെ 1, 2, 6 ചരണങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 329 ഗീതത്തിന്റെ 1, 2, 6 ചരണങ്ങൾ. ഞാൻ വിശുദ്ധ പർവ്വതത്തിൽ മേലുയർത്തും എന്നെ. ക്രിസ്തയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും ദിവ്യ ചൊൽക്കുറികളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മോട് സമീപിച്ചു വന്നിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്നു നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവുമാകും. എന്നാൽ നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരുമാണെന്ന് ഓർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നാം പാപം ഏറ്റുപറയുക. സ്വർഗസ്ഥപിതാവേ, അരിഷ്ടപാപികളായ അടിയങ്ങൾ തിരുമുമ്പിൽ സങ്കടത്തോടെ സ്വീകരിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ഞങ്ങൾ തിരുകൽപ്പനകൾ പലപ്പോഴും പല വിധത്തിലും ലംഘിച്ചിരിക്കുന്നു. ആകാത്ത വിചാരങ്ങളാലും വാക്കുകളാലും ക്രിയകളാലും പലവിധേന അവിശ്വാസം, നന്ദികേട്, ചതി എന്നിവയാലും വേണ്ടുപോലെ സഹോദരന്മാരെ സ്നേഹിക്കാതിരുന്നതിനാലും വളരെ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ന്യായവിധിക്കും നിത്യമരണത്തിനും കൂടെ യോഗ്യരായി തീർന്നിരിക്കുന്നു. ഈ സകല പാപങ്ങൾ നിമിത്തം ഞങ്ങൾക്ക് അനുതാപവും മനോവേദനയുമുണ്ട്. ഞങ്ങളുടെ കടങ്ങളെ കവിയുന്ന ദൈവകൃപയാൽ ഉണ്ടായിട്ടുള്ളത് യേശുക്രിസ്തു മുഖാന്തരം സാധ്യമായതുമായ വിലയേറിയ വീണ്ടെടുപ്പല്ലാതെ ഞങ്ങൾ യാതൊരു ആശ്വാസവും വഴിയും കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സർവ്വ പാപങ്ങളെയും സൗജന്യമായി ക്ഷമിച്ച് തിരുകൂട്ടായ്മയിൽ ഞങ്ങളെ ചേർത്ത് ജീവന്റെ പുതുക്കത്തിലും കൃതജ്ഞതയോടുകൂടി തിരുസേവ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. പാപങ്ങളെ ഓർത്ത് ദുഃഖിച്ച് ദൈവകരുണയും പാപമോചനവും അന്വേഷിക്കുന്ന എല്ലാവരും സുവിശേഷത്തിലെ ആശ്വാസവചനം കേട്ടുകൊള്ളുവിൻ. കർത്താവ് താൻ തന്നെ നമ്മോട് പ്രകാരം പറയുന്നു:
എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു പ്രകാരത്തിനും തള്ളിക്കളയുകയില്ല. നിങ്ങളുടെ പാപം ഇനി ഞാൻ ഓർക്കുകയുമില്ല. നിങ്ങളുടെ പാപം കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെയായിത്തീരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യും. എന്നാൽ അനുതാപമില്ലാത്തവരോട് ദൈവത്തിന്റെ അരുളപ്പാട് പ്രകാരമാകുന്നു. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുന്നു. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നല്ല അത്രേ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആമേൻ. നമുക്ക് സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മനസ്സലിയുള്ള പിതാവേ, ഞങ്ങളോടും സകല മനുഷ്യരോടും കാണിച്ചു വരുന്ന ദയാവാത്സല്യങ്ങൾക്കായി കൊള്ളരുതാത്ത ഞങ്ങൾ ഉള്ളഴിഞ്ഞ നന്ദി ഏറ്റവും താഴ്മയിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിച്ചു വരുന്നതിനും ഈ ആയുസ്സിൽ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. എന്നാൽ എല്ലാറ്റിനും ഇതേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത അമൂല്യ സ്നേഹം നിമിത്തവും തിരുവചനം, വിശുദ്ധ ചൊൽക്കുറികൾ, യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കാനുള്ള തേജസ്സിന്റെ പ്രത്യാശ എന്നിവ ഞങ്ങൾക്ക് നൽകിയത് നിമിത്തവും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഞങ്ങൾ പരമാർത്ഥമായ നന്ദി കാണിപ്പാനും തിരുസേവയ്ക്കായി ഞങ്ങളെ മുഴുവനും സമർപ്പിച്ച് ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ജീവിച്ചുകൊണ്ട് അതരങ്ങളാൽ മാത്രമല്ല നടപ്പിനാലും കൂടെ തിരുസ്തുതിയെ വർണ്ണിപ്പാനും തൃക്കാര്യങ്ങൾ വേണ്ടുവണ്ണം ബോധിപ്പാനായി ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതൊക്കെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. വാഴ്ത്തപ്പെട്ട പുത്രന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സദാകാലവും സകല ബഹുമാനവും മഹത്വവും ഉണ്ടാകട്ടെ. ആമേൻ. നമുക്ക് വേദപാഠഭാഗങ്ങൾ വായിക്കുന്നതിന് മുൻപായി 132 ഗീതത്തിന്റെ 1ഉം 2ഉം ചരണങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ യേശു എന്റെ പാപം നനച്ചു വന്നു ഞാൻ. നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ കേട്ടുകൊള്ളുവിൻ. മക്കളെ, അപ്പന്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചിരുന്നു. എൻ്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എൻ്റെ അപ്പന് മകനും എൻ്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനുമായിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക. എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്. എൻ്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്. അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും. അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂണ്ടിക്കും. മകനെ, കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയുമില്ല.
പ്രബോധനം മുറുകെ കളയരുത്. അതിനെ കാത്തുകൊള്ളുക. അത് നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്. ദുർജനത്തിന്റെ വഴിയിൽ നടക്കുകയുമരുത്. അതിനോട് അകന്നു നിൽക്കാം, അതിൽ നടക്കരുത്. അത് വിട്ടുമാറി കടന്നു പോകാം. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവരെയും വീഴിച്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു, ബലാത്കാരത്തിന്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതെങ്കിലും തട്ടി വീഴുമെന്ന് അവർ അറിയുന്നില്ല. ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം ഇവിടെ വായിച്ച് അവസാനിച്ചിരിക്കുന്നു. നമുക്ക് പുതിയ നിയമ വേദപാഠഭാഗം വായിക്കുന്നതിന് മുൻപായി നാം പാടിയിരിക്കുന്ന 132 ഗീതത്തിന്റെ 3-4 ചരണങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ യേശു കൃപ കാട്ടി എൻ ദുഃഖം തീർത്തുതാ ഇത്യാദി. വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന പുതിയ നിയമഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം 1 മുതൽ 5 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കേട്ടുകൊള്ളുന്നു. സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ, എനിക്ക് ഇന്ന് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊള്ളുവിൻ. എന്നാൽ എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ അധികം മൗനമായി നിന്നു. അവൻ പറഞ്ഞതെന്തെന്നാൽ, ഞാൻ കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്നു പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചെന്നുമാകിയാൽ നിങ്ങൾ എല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിൽ ഏൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും കൊന്നു. അതിന് മഹാപുരോഹിതനും മൂപ്പന്മാരുടെ സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ. അവരോട് സഹോദരന്മാർക്കായി എഴുത്ത് വാങ്ങിക്കൊണ്ട് ഡമസ്കോസിൽ പാർക്കുന്നവരെയും പിടിച്ചുകെട്ടി ദണ്ഡനത്തിനായി യെരുശലേമിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ അവിടേക്ക് യാത്രയായി. എൻ്റെ പുതിയ നിയമഭാഗം അവസാനിച്ചു. മനസ്സിലുള്ള പിതാവായ ദൈവം തിരുവചനത്തിൽ തന്റെ സമ്പൂർണ്ണ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തയേശുവിൽ നമ്മെ തന്റെ സമൃദ്ധിയായ കൃപകൾക്ക് അംശികളാവാൻ ക്ഷണിച്ചിരിക്കുകയാണ്. നമ്മിലുള്ള വിശ്വാസം നമുക്ക് ഒന്നിച്ച് സ്വീകരിക്കാം. നമുക്ക് അപ്പോസ്തല വിശ്വാസ പ്രമാണം ഒരുമിച്ച് സ്വീകരിക്കാം. സ്വർഗങ്ങൾക്കും ഭൂമിക്കും സൃഷ്ടാവായി സർവശക്തനായ പിതാവായ ദൈവത്തിങ്കൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ മറിയുന്ന കന്യകയിൽ ഉൽപാദിതനായി ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടം അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണമായി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാവുന്ന ശുദ്ധ സാധാരണ സഭയിലും പാപമോചനത്തിലും ശരീരത്തോടെ ജീവിച്ചെഴുന്നേൽക്കുന്നതിലും നിത്യജീവൻകളും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയോട് അറിയിക്കാനുള്ള കാര്യങ്ങൾ.
അടുത്ത ഞായറാഴ്ച സ്ത്രീജന ഞായറായി വേർതിരിച്ചിരിക്കുന്നു. സ്ത്രീജന സഖ്യാംഗങ്ങളായിരിക്കും ആരാധന നയിക്കുക. ആയതിനാൽ അടുത്ത ഞായറാഴ്ച തിരുവത്താഴം ഉണ്ടായിരിക്കുന്നതല്ല. ചർച്ച് ടാക്സ്, മറ്റു കുടിശ്ശികകൾ എന്നിവ നൽകാനുള്ളവർ അത് ഉടനെ തന്നെ അടച്ചു തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓൺലൈനിൽ അടയ്ക്കുന്നവർ 140100155347 മുമ്പ് ഈ നമ്പർ തന്നിട്ടുണ്ട്. ആ ഫെഡറൽ ബാങ്കിന്റെ ഈ അക്കൗണ്ട് നമ്പറിൽ അടയ്ക്കുകയും അതിന്റെ വിശദാംശങ്ങൾ ട്രഷററെയോ സെക്രട്ടറിയെയോ അറിയിക്കുകയും ചെയ്യുക. ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കേരള സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷന് സമർപ്പിക്കുവാനായി മലബാർ മഹായിടവകയിലെ സഭാജനങ്ങളുടെ ഒരു ഡാറ്റ ആവശ്യമായി വന്നിരിക്കുന്നു. അതിനുവേണ്ടി ഡയോസിസിൽ നിന്നും അയച്ചു തന്ന ഫോമിന്റെ കോപ്പി വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഫാമിലി രജിസ്റ്ററിലെ വിവരങ്ങൾ ഇവിടെ ഫോമിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിക്കുന്ന ബാക്കി വിവരങ്ങൾ ഫോണിലൂടെ വിളിച്ചു ചോദിക്കുമ്പോൾ പറഞ്ഞു തന്നാൽ മതിയാകും. പ്രിന്റ് എടുത്ത് ഫില്ല് ചെയ്തവർക്ക് അത് നേരിട്ട് ഏൽപ്പിക്കാവുന്നതും ആണ്. ചിലരൊക്കെ ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാവരുടെയും വിവരങ്ങളായാൽ അത് ഉടനെ അയക്കുകയും ചെയ്യും. മറ്റൊരു അറിയിപ്പ്, തമ്പാചേട്ടൻ ചേച്ചിയും രണ്ടുപേരും കോവിഡ് ബാധിതരായി ഹോസ്പിറ്റലായിരുന്ന വിവരം നമുക്കറിയാവുന്നതാണ്. തമ്പാചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി. ചേച്ചിയും സാധാരണ സുഖം പ്രാപിച്ചു വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്നും അവരെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. കോവിഡ് വളരെ തീവ്രമായ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ചില വകഭേദങ്ങളെയൊക്കെ കണ്ടെത്തിയതായും പറയുന്നു. ഓരോരുത്തരും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ബർത്ത്ഡേ ആഘോഷിച്ചവർ മിസ്റ്റർ ജോർജ് സ്റ്റീഫൻ, മിസ്സിസ് ബീന ഷെപ്പേർഡ്, മിസ്റ്റർ മനോജ് ഹെർബർട്ട് ഹെർമൻ, അനീന സ്റ്റീഫൻ എന്നിവരാണ്. അവരെ ദൈവം എല്ലാ സ്വർഗീയ നന്മകളാലും അനുഗ്രഹിക്കുകയും ഈ പുതിയ വർഷം ഏറ്റവും അനുഗ്രഹപ്രദമായി തീർക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. മറ്റൊരു അറിയിപ്പ്, സ്ട്രഗിൾ ഓഫ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ടു ആക്സസ് ആൻഡ് ടു ബി ആക്സെപ്റ്റഡ്. ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ വ്യക്തിക്ക് സഭയിലും സമൂഹത്തിലും സ്വീകാര്യത ലഭിക്കുന്നതിനായുള്ള പോരാട്ടം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഫോട്ടോഗ്രാഫിയുടെയും വീഡിയോഗ്രാഫിയുടെയും ഒരു മത്സരം ഡിസേബിൾഡ് ആയവർക്കും അല്ലാത്തവർക്കുമായി നടത്തപ്പെടുന്നു. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ വ്യത്യസ്ത മേഖലകളിൽ അവർക്കുള്ള ടാലന്റുകൾ സഭയിലും സമൂഹത്തിലും പ്രദർശിപ്പിക്കുവാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളും തുറന്നു കാണിക്കുന്നവയായിരിക്കണം ചിത്രങ്ങളും വീഡിയോകളും. പങ്കെടുക്കുന്നവർ താഴെ പറയുന്ന നിബന്ധനകൾ പാലിക്കണം. ഒന്നാമതായി, പങ്കെടുക്കുന്നവർ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ മെമ്പർമാരായിരിക്കണം. രണ്ടാമതായി, സഭാ ശുശ്രൂഷകന്റെ റെക്കമെൻഡേഷൻ ലെറ്റർ ഓൺലൈൻ ഫോമിൽ ഉൾപ്പെടുത്തണം. മറ്റൊന്ന്, ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 10. കൂടുതൽ ഡീറ്റെയിൽസും ഫോൺ നമ്പറുകളും ഓൺലൈൻ അഡ്രസ്സും വാട്സാപ്പ് ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അറിയിപ്പുകൾ, ഓരോരുവരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് അരുളി ചെയ്തിരിക്കാൻ നമുക്ക് പക്ഷപാതം ചെയ്തു പ്രാർത്ഥിക്കാം. സാർവത്രിക തിരുസഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവേ, പ്രിയപുത്രനെ വിചാരിച്ച് തിരുസഭയെ കൃപയോടെ കടാക്ഷിക്കണമേ. തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി, നിർമ്മലത എന്നിവയെ കാത്തുകൊള്ളുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സഹായം നൽകി തിരുസഭയുടെ സാക്ഷ്യം സഫലമാക്കണമേ. അന്യമതസ്ഥർക്ക് വിശ്വാസവും മാനസാന്തരവും നൽകുകയും ഇസ്രായേലിന്റെ ചിതറിപ്പോയ ആടുകളെ ചേർത്തുകൊള്ളുകയും ചെയ്യണം. ഞെരുക്കത്തിലും പീഡനങ്ങളിലും ഇരിക്കുന്ന സഭകളെ ഞങ്ങൾ പ്രത്യേകമായി തിരുമുമ്പിൽ ഓർക്കുന്നു. ആ സഭകൾക്ക് ജ്ഞാനവും ബലവും ലോകത്തെ ജയിക്കുന്ന ജയമായ വിശ്വാസവും നൽകണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളെ കേൾക്കണമേ. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക.
കർത്താവെ, ഞങ്ങളുടെ എല്ലാ മിഷൻ സംഘങ്ങളെയും സഭകളെയും ഐക്യസഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയിലെ ഉപയോഗങ്ങളെയും പരിപാലക സംഘങ്ങളെയും സുനഹദോസിനെയും തിരുസേവയിലെ എല്ലാ ശുശ്രൂഷകന്മാരെയും പ്രവർത്തകന്മാരെയും പരിശുദ്ധാത്മാവിനാൽ നടത്തണമേ. ആമേൻ. കർത്താവെ, ഞങ്ങളെ കേൾക്കണമേ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ഭവനങ്ങളും കുടുംബങ്ങളും സമാധാനത്തിലും ഐക്യത്തിലും ഇരിക്കാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും പോറ്റി വളർത്തുവാൻ ഏർപ്പെട്ടിട്ടുള്ളവരുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ മനസ്സ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ സത്യത്തിലേക്ക് നടത്തണമേ. അനാഥർ, വിധവമാർ, അഗതികൾ, പീഡിതർ എന്നിവരെ കാത്തുപുലർത്തണമേ. രോഗികൾക്കും വയോവൃദ്ധന്മാർക്കും മരണമടുത്തവർക്കും സമീപസ്ഥനാകണമേ. ആമേൻ. കർത്താവെ, ഞങ്ങളെ കേൾക്കണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലും രോഗാവസ്ഥയിലായിരിക്കുന്നവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും ഓർത്തുകൊള്ളണമേ. അവർ തങ്ങൾക്കുള്ള ഭാരം ക്ഷമയോടെ വഹിപ്പാനും പൂർണ്ണമായി ദിവ്യ കൈകളിൽ ആശ്രയിപ്പാനും തിരുസാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനും കൃപ ചെയ്യണമേ. മരണത്തിന് നീക്കം വന്ന് വിലാപവും കരച്ചിലും ദുഃഖവും തീർന്നു നീ ഞങ്ങളുടെ സകല കണ്ണുനീരും തുടച്ചു കളയുന്ന നാൾ വേഗം വരുത്തണമേ. ആമേൻ. കർത്താവെ, ഞങ്ങളെ കേൾക്കണമേ. ദൂരസ്ഥരായ നമ്മുടെ മിത്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുമായി സ്നേഹബാന്ധവത്തിലിരിക്കുന്ന എല്ലാവരെയും തിരുകരുണാ കാവലിൽ പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ അംഗങ്ങളായി ഞങ്ങളിൽ നിന്നകന്ന് ദൂരരാജ്യങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരുടെയും മധ്യയെ സന്നിധാനം ചെയ്യണമേ. തിരുകൂട്ടായ്മയിൽ നിന്ന് അകന്നിരിപ്പാൻ അവരാരെയും സമ്മതിക്കാതെ ധന്യവും പരിശുദ്ധവുമായ തിരുസംസർഗത്തിൽ ഞങ്ങളോടൊന്നിച്ച് അവരെയും കാത്തു സൂക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ, ഞങ്ങളെ കേൾക്കണമേ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സകല മനുഷ്യരുടെയും ഹൃദയത്തിൽ സമാധാനത്തിനായുള്ള ഉണ്മയായ ആകാംക്ഷ ഉജ്ജ്വലിപ്പിക്കണമേ. ഭൂമിയിലെ സകല വംശങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി കൂടി ആലോചിക്കുന്ന എല്ലാവരെയും നിർമ്മലവും സമാധാനപരവുമായ ദിവ്യജ്ഞാനത്താൽ വഴി നടത്തണമേ. യുദ്ധമത്സരങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവസ്നേഹത്തിന്റെ പരിജ്ഞാനം കൊണ്ട് സർവ്വഭൂമിയും നിറയുമാറാക്കണമേ. ആമേൻ. കർത്താവെ, ഞങ്ങളെ കേൾക്കണമേ. ഒടുവിൽ നമ്മുടെ മരണനായികയും ഓർക്കുക. ഞങ്ങളുടെ അന്ത്യനായിക എടുക്കുമ്പോഴും ഞങ്ങൾ മരണവേദനകളിൽ കൂടി കടക്കുമ്പോഴും ഞങ്ങൾ വിശ്വാസത്തോടെ നിദ്ര പ്രാപിപ്പാൻ ഞങ്ങളുടെ ദേഹികൾ സമാധാനത്തോടെ പിരിഞ്ഞു പോവാൻ കർത്താവെ, സർവശക്തിയുള്ള കരുണയാൽ തുണ നിൽക്കണമേ. തിരുമുഖം കണ്ട് ആനന്ദിപ്പാനും സകല ദൂതന്മാരോടും തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളോടും ഒന്നിച്ച് തിരുനാമത്തെ നിന്നും വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടിരിപ്പാനും ആ മഹാദിനത്തിൽ ഞങ്ങളെ തേജോ രാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ആമേൻ. കർത്താവെ, ഞങ്ങളെ കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ നാം പ്രസംഗത്തിന് മുൻപായി 111 ഗീതത്തിന്റെ 1ഉം 2ഉം ചരണങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 111 ഗീതത്തിന്റെ 1ഉം 2ഉം ചരണങ്ങൾ. ദൈവനിർമ്മിതങ്ങളൊക്കെ ശോഭയാർന്ന സൃഷ്ടികൾ. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം.
സർവത്തിനും ഇതേ സ്തുതിക്കപ്പെടുന്ന കർത്താവ്, വിശുദ്ധ വചനത്തെ ഞങ്ങളുടെ ഉപദേശത്തിനായി എഴുതിച്ചിരിക്കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അതിനെ ഞങ്ങൾ വായിച്ചും കേട്ടും പഠിച്ചും ധ്യാനിച്ചും ഹൃദയത്തിൽ സംഗ്രഹിച്ചും കൊള്ളുവാൻ സഹായിക്കണം. അപ്രകാരം ചെയ്യുന്നതോറും തിരുവചനത്തിന്റെ ആശ്വാസത്താലും ശാന്തിയാലും നിത്യജീവന്റെ ഭാഗ്യമുള്ള പ്രത്യാശയിൽ ഉറച്ചു നിൽക്കാൻ കൃപ ചെയ്യണമേ. ആമേൻ. ഇന്നത്തെ ഈ വിശുദ്ധ ഓൺലൈൻ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം. ഇന്ന് എഡ്യൂക്കേഷൻ സൺഡേ ആയും ടീച്ചേഴ്സ് ഡേ ആയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസ ഞായറും അധ്യാപക ദിനവും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഒരു അധ്യാപകനെയെങ്കിലും നാം ഓർത്തിരിക്കും, നമ്മുടെ ജീവിതകാലം ഓർത്തിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപകൻ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലും ചില അധ്യാപകരുണ്ട്. ഫുൾ കൈ ഷർട്ടിട്ട് ബട്ടണ് എല്ലാം ഇട്ട്, കൈയിൻ്റെ അറ്റം വരെ ബട്ടണിട്ട്, ആ കൈക്കുള്ളിൽ ചൂരൽവടി ഒളിപ്പിച്ചു വരുന്ന ഗംഗാധരൻ മാസ്റ്റർ. അതുപോലെ തന്നെ 10th കണക്ക് പഠിപ്പിച്ചിരുന്ന നമ്പൂതിരിപ്പാട് മാസ്റ്റർ. എൻ്റെ ക്ലാസ് ടീച്ചർ കൂടിയായിരുന്ന എൻ്റെ അമ്മച്ചി. ഏറ്റവും അവസാനം സെമിനാരിയിൽ ഞങ്ങളെ പഠിപ്പിച്ച നമ്മുടെ ഇപ്പോഴത്തെ തിരുമേനി, അതുപോലെ പ്രിൻസിപ്പളായിരുന്ന ശോഭനമച്ചൻ, ഇവരൊക്കെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയവരാണ്. അധ്യാപകരെ ഓർക്കുമ്പോൾ, നമ്മുടെയൊക്കെ പഠനകാലം ഓർക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ, സ്കൂളിലൊക്കെ ഉണ്ടായ രസകരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ നമ്പൂരിപ്പാട് മാഷ് കണക്ക് നല്ലതുപോലെ എടുക്കുന്ന ഒരു മാഷായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്. പ്രത്യേക ആദർശമുള്ള മനുഷ്യനാണ്. അപ്പോൾ ഈ മാഷ ഞങ്ങൾക്ക് വളരെ ബഹുമാനവും സ്നേഹവും ഒക്കെയുള്ള ഒരു മാഷായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ചിലപ്പോൾ തുടർച്ചയായ കണക്കിന്റെ പിരീഡൊക്കെ ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷമൊക്കെ 2 അവറൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ചിലപ്പോൾ 2ാമത്തെ അവറൊക്കെ ഈ ഗുണന പട്ടിക, അത് 14, 13, 16 ഒക്കെ ഗുണന പട്ടിക അന്നൊക്കെ അത് പഠിപ്പിക്കാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഗുണന പട്ടികയെ പറ്റിയിട്ടൊന്നും പറയുന്നത് കേൾക്കുന്നു. ഈ ഗുണന പട്ടിക അന്ന് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ 16ന്റെ 16 വരെയുള്ളത് മനപ്പാടായിട്ട് പഠിച്ചിരിക്കണം, 1 മുതൽ. അപ്പോൾ ഇത് ഇടയ്ക്ക് ഈ മാഷ് പറയും, ഇങ്ങനെ ഒഴിവുള്ള സമയത്ത് മാഷ് പറയും, ഈ 16ന്റെ ഗുണവർഷം എല്ലാവരും ചൊല്ലുന്നത്. അപ്പോൾ വരിയായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഓരോ കുട്ടിയായിട്ട് ഇത് 16 വരെ ചൊല്ലും. അപ്പോൾ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മാഷ് ചെയറിലിരുന്നിട്ട് മെല്ലെ ഇങ്ങനെ അത് കേൾക്കുന്നുണ്ടാവും, പക്ഷെ ചെറിയ ഇങ്ങനെ ഒരു മയക്കത്തിലാവും. ഉച്ച സമയമായതുകൊണ്ട് ഒരു ചെറിയ മയക്കുണ്ട്. വല്ലപ്പോഴുമാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇത് ഓരോരുത്തർ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ മാഷ് ശരിക്കും നല്ല ചെറിയ ഉറക്കമാകുമ്പോൾ ചിലവരൊക്കെ ചില ഇതൊക്കെ വിട്ട് കിടക്കും. അവസാനം 16 എന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെടും. അങ്ങനെ ഏറ്റവും പുറകു ബെഞ്ചിൽ ഒരു അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു പയ്യൻ പഠിക്കുന്നുണ്ട്. അവന് ഞങ്ങളെക്കാളൊക്കെ ഏജ് കൂടുതൽ, തോറ്റിട്ടൊക്കെ വന്ന് പഠിച്ചാണ്. അപ്പോൾ അവൻ അവിടെ ഏറ്റവും പുറകിലെ ആണ് ഇരിക്കുക. അപ്പോൾ ഈ മാഷ് ഇവൻ്റെ അടുത്തെത്തിയപ്പോൾ ഇവൻ എഴുന്നേറ്റ് വന്നിട്ട് നോക്കുമ്പോൾ മാഷ് നല്ല മയക്കത്തിലാണ്. അപ്പോൾ ഇവൻ 16, 16, 1 16, 16, 20 16, 16, 3 16, 16, 4 16, 5 16, 16, 6 16, 16, 7 16, 16, 8 16, 16, 9 16, 16, 5 16, 16 എന്ന് പറഞ്ഞിട്ട് മാഷ നല്ലോണം നോക്കി, എല്ലാവരും നോക്കി. അപ്പോൾ മാഷ് കേൾക്കുന്നത് 11 16, 16, 12 16, 16, 13 16, 16, 14 16, 16, 15 16, 16, 16, 16 എന്നൊരു ട്യൂണിലാണ് പറയുന്നത്. അപ്പോൾ മാഷ് പെട്ടെന്ന് ഉറക്കം ഞെട്ടിയിട്ട് അയ്യപ്പനെ സൂക്ഷിച്ച് നോക്കി. 16 16 എത്രയാ പറഞ്ഞേ? അപ്പോൾ അറിയില്ല. ആദ്യം മുതൽ പറയാൻ പറയാം. അപ്പോൾ അറിയില്ല. അപ്പോൾ ഈ മാഷ് ഈ കഥ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മാഷ് ഒരിക്കലും ഭയങ്കരമായിട്ട് അടിക്കുന്ന മാഷാണ്. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വളരെ ശിക്ഷിക്കുന്ന ഒരു മാഷാണ്. പക്ഷേ ഈ അയ്യപ്പനെ ഒരിക്കലും മാഷ് അടിച്ചിട്ടില്ല. കാരണം അവൻ വളരെ പോറായ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു പയ്യനാണ്. പിന്നെ അത് കൂടാതെ
ഏജ് കൂടുതലാണ്. അപ്പൊ ഈ കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് ഇവനെ അടിക്കണ്ട എന്ന് കരുതിയിട്ടോ എന്തോ ആണ് ആ മാഷ അടിച്ചത്. അന്ന് ഞങ്ങൾക്ക് അതൊരു അത്ഭുതമായി, എന്താ ഇവനെ അടിക്കാത്തത്. പക്ഷെ പിന്നെ ഞങ്ങൾക്കത് മനസ്സിലായി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ടായിരുന്നു മാഷ് ഇവനെ അടിക്കാതിരുന്നത്. ഒരു അധ്യാപകന്റെ മാതൃകാപരമായ ഒരു കരുതലായിരുന്നു. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈ അധ്യാപകരെ, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊക്കെ ജീവിതത്തിൽ ഓരോ അധ്യാപകരെ ഓർമ്മയുണ്ട്. ഇവിടെ നമുക്ക് ഈ നമ്മുടെ പള്ളിയിൽ തന്നെ അധ്യാപകന്മാരും അധ്യാപികമാരും ഒക്കെ ഉണ്ട്. ഏറ്റവും സീനിയറായ അധ്യാപികയായ മില്ലി ടീച്ചർ, അതുപോലെ നമ്മുടെ പവിത്രരാജ് മാഷ്, സനിത ടീച്ചർ, റിൻഡു ടീച്ചർ, ഷീന ഡെറിക്, അതുപോലെ ഷീന ഡെറിക് ടീച്ചർ, പിന്നെ അതുപോലെ തന്നെ സാറാമ്മ ടീച്ചർ, ക്രിസി ടീച്ചർ, ടെന്നിസൺ മാഷ്, ഷൈനി ടീച്ചർ, ഇവരൊക്കെ നമ്മുടെ സഭയിലുള്ള ടീച്ചർമാരാണ്. അപ്പൊ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് നമുക്ക് പരിചയത്തിലുള്ള ഒരുപാട് മറ്റു ടീച്ചർമാരുമുണ്ട്. എല്ലാവരെയും ഈ ഒരു അധ്യാപക ദിനത്തിൽ ദൈവം അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കും. ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം ജീസസ് ദ ഗുരു എന്നാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം. പരമഗുരുവായ യേശു കർത്താവ്. ഇന്ന് ക്രിസ്തീയ സഭ വിദ്യാഭ്യാസ ഞായറായി ആചരിക്കുകയാണ്. ജ്ഞാനസമ്പാദനത്തിന് നാം വളരെയേറെ പ്രാധാന്യം നൽകുന്നു. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന ചൊല്ല് അറിവ് നേടേണ്ടതിന്റെ ആ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഓർപ്പിക്കുന്നു. ജ്ഞാനസമ്പാദനത്തിലുള്ള വ്യഗ്രതയും മത്സരവുമാണ് ഇന്നത്തെ സമൂഹത്തിന്റെ മുഖമുദ്രയായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് വിദ്യാഭ്യാസം. ഈ ചർച്ചകൾക്കുള്ള കാരണം പലപ്പോഴും ലക്ഷ്യത്തിൽ നിന്നും വിദ്യാഭ്യാസം മാറിപ്പോകുന്നതാണ്. ഇപ്പോൾ കോവിഡ് മൂലം കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സുകളിലാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികൾക്ക് പ്രയോജനപ്രദമാണോ, കുട്ടികൾക്ക് അതുകൊണ്ടുള്ള നല്ല വശങ്ങൾ എന്താണ്, അതിനുള്ള ചീത്ത വശങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മൾ ഈ ഇടയായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സഭയുടെ ദൗത്യം വളരെ പ്രാധാന്യമുള്ളതാണ്. ആധുനിക ലോകത്തിൽ സഭ സാമൂഹിക പ്രതിബദ്ധതയോടെ നിലവിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും, കോവിഡ് പോലുള്ള എല്ലാ സാഹചര്യങ്ങളെയും വ്യവസ്ഥിതികളെയും പഠനവിധേയമാക്കുകയും അവയോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും വേണം. സഭയുടെ കാര്യവിചാരകത്വത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒന്നാണ് വിദ്യാഭ്യാസ മേഖല. ഈ ഒരു ബോധത്തിൽ നിന്ന് സഭയുടെ ആരംഭത്തിൽ തന്നെ ക്രിസ്തീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സഭയ്ക്കകത്തും പുറത്തും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ക്രിസ്തീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഠന രീതിയായി സഭ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയും അതിനോടൊപ്പം തന്നെ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം, ഉപദേശം ഇവയെ പറ്റിയുള്ള അവബോധം സൃഷ്ടിച്ചെടുക്കുന്നതിനും കർത്താവുമായുള്ള ബന്ധത്തിൽ ദൃഢപ്പെടുകയും കർത്താവിന്റെ ദർശനങ്ങളും അതുപോലെ വെല്ലുവിളികളും തിരിച്ചറിഞ്ഞ് അവയോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്യണം എന്ന ലക്ഷ്യബോധത്തോടെയാണ് അന്ന് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയത്. ഇന്ന് അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് യേശു എന്ന ശ്രേഷ്ഠ ഗുരുവിന്റെ ജീവിതവും ശുശ്രൂഷയുമാണ് സഭയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷയുടെ മാതൃകയും മാനദണ്ഡവുമായി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പരമഗുരുവായ യേശു എന്ന ആ ചിന്താവിഷയം തന്നെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ടു ബ്രിങ് ഔട്ട് അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരിക എന്ന് അർത്ഥം വരുന്ന എഡ്യൂസ് എന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്ന പദം ഉത്ഭവിച്ചത്. ഒരു വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന അവന്റെ കഴിവുകളെ അത് സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ അതിനെ സജ്ജമാക്കുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. ആ മനുഷ്യന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന തന്നെ അവന്റെ കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് അത് സമൂഹത്തിന് ഉതകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക. അതുകൊണ്ട് അതാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേദശാസ്ത്രജ്ഞനായ ലോഗയുടെ അഭിപ്രായത്തിൽ ലൈഫ് ഈസ് എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൗലോ ഫ്രിയർ പറയുന്നത് പുതിയതും നല്ലതുമായ ഒരു ലോകം പണിയുന്നതിന് സഹായിക്കുകയാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത് എന്നാണ്. വിദ്യാഭ്യാസത്തിൽ വിജ്ഞാന സമ്പാദനം വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. ജ്ഞാനം, പരിജ്ഞാനം, വിവേചിച്ചറിയൽ, സൂക്ഷ്മമായി മനസ്സിലാക്കൽ എന്നിങ്ങനെ വിദ്യാഭ്യാസത്തിന് വിവിധ അർത്ഥതലങ്ങൾ ഉണ്ട്. വ്യക്തിത്വത്തിന്റെ സമഗ്ര വികസനമാണ് വിജ്ഞാന സമ്പാദനത്തിന്റെ ലക്ഷ്യം. രവീന്ദ്രനാഥ ടാഗോറിന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം കേവലം അറിവ് മാത്രം പകരുന്നതല്ല, നമ്മുടെ ജീവിതത്തെ എല്ലാ സമസ്ത സൃഷ്ടികളോടും കൂടെ യോജിപ്പിക്കുന്നതാക്കി തീർക്കുക എന്നതാണ് രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം കേവലം ഭൗതിക ജ്ഞാനം മാത്രമല്ല, ജീവിതത്തെ പറ്റിയുള്ള ശരിയായ ദർശനം കൂടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അറിവും തിരിച്ചറിവും മനുഷ്യർക്ക് ഒരിക്കലും ഒഴിവാക്കാനാവാത്തവയാണ്. ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് നാം എന്തെങ്കിലും ഒരു സംഗതിയെ കുറിച്ച് നാം മനസ്സിലാക്കുന്നതാണ് അറിവ് എന്ന് പറയുന്നത്. ഒന്നിനുള്ള ഒരു സംഗതിയിലുള്ള ശരിയും തെറ്റും അതിലെ നന്മയും തിന്മയും വിവേചിച്ചറിയുവാനുള്ള കഴിവാണ് തിരിച്ചറിവ്. മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും യഥാർത്ഥമായി നമുക്ക് മനസ്സിലാക്കി തന്നതുകൊണ്ടാണ് കർത്താവിനെ ഏറ്റവും വലിയ ഗുരുവായി കാണുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവിനെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അഭിസംബോധന ചെയ്യുന്നത് ഗുരു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ്. യേശു കർത്താവിന്റെ ശിഷ്യന്മാരും അതുപോലെ തന്നെ കൂടി വന്നിരുന്ന പുരുഷാരവും ഈ വാക്ക് യേശു കർത്താവിനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ യേശു കർത്താവിനെ സംബോധന ചെയ്യുമ്പോൾ പറയുന്നതായി കാണുവാൻ സാധിക്കും. എബ്രായ പദമായ റബ്ബി എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ കർത്താവ് താൻ ഗുരു തന്നെയാണ് എന്ന് സമ്മതിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇതുകൂടാതെ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയാണ്, മറ്റുള്ളവർക്ക് നിങ്ങൾ ഗുരുവായിരുന്ന് അവരെ തന്റെ വചനങ്ങൾ പഠിപ്പിക്കണം എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്. മറ്റുള്ളവർക്ക് ഗുരുവായിരിക്കുവാൻ വേണ്ടിയാണ് ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്. അതായത് കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് ഗുരുവായിരുന്നത് പോലെ ശിഷ്യന്മാർ മറ്റുള്ളവർക്ക് ഗുരുക്കന്മാർ ആയിരിക്കണം എന്ന ഒരു ആഹ്വാനമാണ് കർത്താവ് ഇവിടെ നൽകുന്നത്. ഒന്നാമതായി യേശു കർത്താവ് നിസ്തുലനായ ഗുരുവായി. യേശു കർത്താവ് നിസ്തുലനായ ഗുരുവായി. ഗുരു എന്ന പദത്തിന് അധ്യാപകൻ എന്നതിന് അപ്പുറമായി അർത്ഥവ്യാപ്തിയുണ്ട്. ഗുരുവും അധ്യാപകനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു അധ്യാപകൻ സദാസമയവും പഠിപ്പിക്കുവാൻ കടപ്പെട്ടവനല്ല. എന്നാൽ ഗുരു എല്ലാ സമയത്തും പഠനത്തിന് നേതൃത്വം നൽകുന്നവനാണ്. അധ്യാപകൻ ഒരു പ്രത്യേക സമയത്ത് മാത്രമാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഗുരു തന്റെ മുഴുവൻ ജീവിതവും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകം പോലെ വയ്ക്കുന്നു. പഠനവും പഠിപ്പിക്കലും ഒരു ദിനചര്യയായിട്ടല്ല, മറിച്ച് ജീവിതമാണ് ഒരു ഗുരുവിന്. ഇതിനു പുറമെ ഗുരുവിനെ ആത്മീയ നേതാവായിട്ടും നാം മനസ്സിലാക്കുന്നു. ഭാരതീയ പശ്ചാത്തലത്തിലും ഈ അർത്ഥത്തിന് കൂടുതൽ പ്രസക്തിയുള്ളതായിട്ട് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ കർത്താവ് ഈ മനസ്സിലാക്കലിനും അതീതനാണ്. ഇതുപോലെയല്ല കർത്താവ് ഗുരു എന്ന് പറയുമ്പോൾ. യേശു കർത്താവ് ഒരിക്കലും ജീവിതത്തെ ആത്മീയമെന്നും ഭൗതികമെന്നും വേർതിരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കില്ല. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 31 മുതൽ 44 വരെയുള്ള ഭാഗത്ത് യേശു രോഗവിടുതലും സൗഖ്യവും നൽകുമ്പോൾ താൻ ആവശ്യത്തിലിരിക്കുന്നവരോട് കൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആത്മീയ സൗഖ്യമെന്നും ഭൗതിക സൗഖ്യമെന്നുമുള്ള വേർതിരിവ് കർത്താവ് കാണിക്കുന്നില്ല. പൂർണ്ണമായ സൗഖ്യമാണ്
ഓരോരുത്തർക്കും കർത്താവ് സൗഖ്യമാക്കിയ ഓരോരുത്തർക്കും കർത്താവ് പൂർണ്ണമായ സൗഖ്യമാണ് പ്രദാനം ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ കുറവുകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളെ തൊടുന്ന ഗുരു, അതായിരുന്നു യേശു കർത്താവ്. പഠിപ്പിക്കുന്നതിന് വേണ്ടി ഗുരുവിനടുത്തേക്ക് ചെല്ലുന്ന സാധാരണ അനുഭവമല്ല കർത്താവിൽ കാണുന്നത്. അങ്ങനെ ഒരു ഗുരുകുല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടായിരുന്നു. ഗുരുവിന്റെ അടുത്തേക്ക് ആ കുട്ടികളെയെല്ലാം പറഞ്ഞു വെച്ച് ഗുരുവിന്റെ കൂടെ താമസിച്ച് പഠിക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു, ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ. അങ്ങനെ ആ ഗുരുവിൽ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്ന അതിന് ഗുരുവിനടുത്തേക്ക് പോകും. ഗുരു ഉള്ള സ്ഥലത്ത് പോയിട്ട് വേണം നാം അത് പഠിക്കുവാൻ വേണ്ടി. എന്നാൽ ദൂരങ്ങൾ താണ്ടി ആവശ്യത്തിലിരിക്കുന്നവരുടെ അടുത്ത് ചെന്ന് പഠിപ്പിക്കുന്ന ഗുരുവായിരുന്നു കർത്താവ്. നിസ്തുലനായ ഗുരുവിനെയാണ് നമുക്ക് ഇവിടെ ദർശിക്കുവാൻ സാധിക്കുക. ശമരിയ സ്ത്രീയുടെ അടുത്ത് പോയതും അതുപോലെ സക്കായിയെ വിളിച്ച് താഴെ ഇറക്കുന്നതും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. രണ്ടാമതായി, താണവരെ ഉയർത്തുവാൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായിരുന്നു. താണവരെ ഉയർത്തുവാൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ. ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ട് മാത്രമല്ല കർത്താവ് ഒരു അസാധാരണ ഗുരുവാകുന്നു. ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവ് താണവരെ തന്നോളം ഉയർത്തുവാൻ പ്രയത്നിച്ചത് കൊണ്ടാണ് അതൊരു അസാധാരണമായ ദൗത്യമായി തീരുന്നത്. നന്മതിന്മകളെ കുറിച്ച് പഠിപ്പിച്ച് തിന്മയ്ക്കെതിരെ നന്മയുടെ പക്ഷം ചേരാൻ കർത്താവായ ഗുരു പഠിപ്പിക്കും. അങ്ങനെ തിന്മയുടെ ബന്ധനത്തിൽ നിന്നും വിമോചനം പ്രാപിച്ച് ജീവിതത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് ഉയരുവാൻ കർത്താവ് പഠിപ്പിച്ചു. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ കർത്താവ് എത്തിച്ചു. അതിലാണ് കർത്താവിന്റെ ജീവിതം ലോകത്തിന് മാതൃകയായി തീർന്നത്. മാത്രമല്ല, താൻ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അത് ജീവിതത്തിൽ പകർത്തുന്നതിനും കർത്താവ് ആഹ്വാനം ചെയ്യും. താണവരെ ഉയർത്തുക എന്ന ദൗത്യ പൂർത്തീകരണത്തിനായി കർത്താവ് എന്നും പ്രയത്നിച്ചതായി കാണുവാൻ സാധിക്കും. ഇന്ന് ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിനായി ശിഷ്യരായ നമ്മെ ഓരോരുത്തരെയും കർത്താവ് ക്ഷണിക്കുന്നു. സഭയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷ ദൈവീക പദ്ധതിയുടെ വെളിപ്പാട് പ്രഖ്യാപിക്കുന്നതാണ്. സഭയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷ ദൈവീക പദ്ധതിയുടെ വെളിപ്പാട് പ്രഖ്യാപിക്കുന്നതാണ്. മാർക്കോസ് തന്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം അതിന്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ മുഖ്യമായും പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ പഠിപ്പിക്കലിനെ കുറിച്ചാണ്. കർത്താവിന്റെ പ്രവർത്തന രീതി പഠിപ്പിക്കലായി. ശത്രുക്കൾ പോലും ഗുരു അല്ലെങ്കിൽ റബ്ബി എന്നാണ് കർത്താവിനെ അഭിസംബോധന ചെയ്തിരുന്നത്. സുവിശേഷത്തിലെ ഉപദേശിക്കുക എന്ന ആശയം വളരെ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിലെ മുഖ്യാംശം ഉപദേശം അല്ലെങ്കിൽ പഠിപ്പിക്കലായിരുന്നു എന്ന് മാർക്കോസ് സുവിശേഷകൻ വ്യക്തമാക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൽ നിന്നാണ് പഠിപ്പിക്കൽ ആരംഭിച്ചത്. ദൈവ മനുഷ്യനോട് സൃഷ്ടിക്ക് പേരിടുവാൻ വേണ്ടി കൽപ്പിച്ചു. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഈ കൽപ്പനയാണ് മനുഷ്യന്റെ ചിന്തയെ ഉദ്ദീപിക്കുന്നത്. യേശു കർത്താവ് ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാണ് എന്നുള്ള തിരിച്ചറിവാണ് ദൈവികമായ ജ്ഞാനം. ആ ജ്ഞാനം പ്രാപിക്കുകയും ആ വിജ്ഞാനത്തിൽ വികാസം പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാ അറിവിന്റെയും ഉത്ഭവസ്ഥാനം ദൈവമാണ്. ദൈവത്തോടു കൂടിയല്ലാതെ വിജ്ഞാന വികസന പ്രക്രിയ പൂർണ്ണമാകുന്നില്ല. ജീവനുള്ള ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയുന്നതാണ് ജ്ഞാനം. കർത്താവ് പഠിപ്പിക്കലിലൂടെയും ഉപദേശങ്ങളിലൂടെയും ദൈവത്തെയും ദൈവിക പദ്ധതിയെയും വെളിപ്പെടുത്തുന്നു. സർവസൃഷ്ടിയെയും അതിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ദർശനമാണ് ദൈവിക പദ്ധതിയുടെ വെളിപ്പാട്. ആ വെളിപ്പാടാണ് യേശു കർത്താവ് നസ്രത്ത് മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിക്കുന്നത്. അത് ദരിദ്രന്മാർക്ക് സദ്വർത്തമാനവും ബദ്ധന്മാർക്ക് വിടുതലും അതുപോലെ തന്നെ കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാർക്ക് വിമോചനവും നൽകുന്നതാണ്.
ഈ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവിന്റെ പഠിപ്പിക്കലുകളും ശുശ്രൂഷയും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശു കർത്താവ് ഉപദേശിച്ചതും പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും തന്നിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തിലാണ്. കർത്താവ് ദൈവത്തിന്റെ ശബ്ദമാണ് പഠിപ്പിച്ചത്. അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായത്തിന്റെ 26 മുതൽ 38 വരെയുള്ള ഭാഗങ്ങളിൽ ഫിലിപ്പോസിന് കർത്താവിന്റെ ദൂതനിലൂടെ ദൈവപദ്ധതി വെളിപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അത്ഭുതകരമായ ഒരു നിയോഗമായിരുന്നു അത്. ദൈവം അത് കൽപ്പിച്ചതിന്റെ ഉദ്ദേശം, ഫിലിപ്പോസിനോട് അപ്രകാരം കൽപ്പിക്കുന്നതിന്റെ ഉദ്ദേശം ഒരു സത്യാന്വേഷിയെ ക്രിസ്തുവിലേക്ക് ആനയിക്കുക എന്നതായിരുന്നു എന്ന് ഫിലിപ്പോസ് മനസ്സിലാക്കി. ഷണ്ണന്റെ ആ സംഭവകഥ നമുക്ക് അറിയാവുന്നതാണ്. ഷണ്ണന്റെ യാത്രക്കിടെ ഉണ്ടായ വേദപുസ്തകം വായിച്ച് അത് മനസ്സിലാക്കാതെ ഇരുന്ന ഷണ്ണന്റെ കഥ നമുക്കറിയാവുന്നതാണ്. പൊരുൾ തിരിച്ചു കൊടുക്കുക അഥവാ ദൈവ പദ്ധതിയെ വെളിപ്പെടുത്തുക എന്നത് അതാണ് ഫിലിപ്പോസിന് നൽകിയ ചുമതല. ഇപ്രകാരം ഇത് വെളിപ്പെടുത്തുക എന്നത് സഭയുടെയും ഉത്തരവാദിത്വമാണ്. അന്ന് ഫിലിപ്പോസ് ചെയ്തത് ഇന്ന് സഭ ചെയ്യേണ്ട സഭയുടെ ഉത്തരവാദിത്വമാണ്. കർത്താവ് കാണിച്ച മാതൃകയും അതാണ്. അതുകൊണ്ട് കർത്താവ് ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ദൈവിക വെളിപ്പെടുത്തലുകൾ സകലർക്കും വേണ്ടിയുള്ള വിമോചനമാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള വിമോചനമാണ് പ്രഘോഷിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായത്തിന്റെ 26 മുതൽ 38 വരെയുള്ള ഭാഗത്തിലെ എത്യോപ്യക്കാരനായ ഷണ്ണൻ, ഈ പറഞ്ഞ ഷണ്ണൻ ജാതീയമായി യഹൂദനുമായി ഒരു ബന്ധവുമില്ലാത്തവനും യെരൂശലേം ദേവാലയത്തിൽ പ്രവേശനം പോലും ഇല്ലാത്തവനുമായിരുന്നു. അവൻ ദൈവവചനം ഉൾക്കൊള്ളുകയും ക്രിസ്തുവിന്റെ സാർവത്രികമായ രക്ഷയിൽ പങ്കാളിയാവുകയും ചെയ്തു. പ്രശസ്ത വിദ്യാഭ്യാസ പ്രവർത്തകനായ പൗലോ ഫ്രയർ പറയുന്നത് വിമോചനമാണ് വിദ്യാഭ്യാസം കൊണ്ട് പ്രധാനമായി ഉണ്ടാകേണ്ടത് എന്നാണ്. വിമോചനമാണ് ഉണ്ടാകേണ്ടത്. അറിവില്ലായ്മയിൽ നിന്നുള്ള വിമോചനം, പാപജീവിതത്തിൽ നിന്നുള്ള വിമോചനം, അന്ധവിശ്വാസങ്ങളിൽ നിന്നുള്ള വിമോചനം. ദൈവിക വിജ്ഞാനത്തിന്റെ ദൃശ്യമായ രൂപമാണ് യേശു കർത്താവ് എന്നുള്ള അറിവാണ്. ആ അറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നാം വിമോചനത്തിലേക്ക് നയിക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കുരിശിൽ മാനവജാതിക്കായി രക്തം ചിന്തി ജീവൻ നൽകിയത് യേശു കർത്താവ് ആണ് എന്നുള്ള വിജ്ഞാനമാണ് നമ്മെ ഓരോരുത്തരെയും വിമോചനത്തിലേക്ക് നയിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ അഭിപ്രായത്തിൽ വിമോചിപ്പിക്കുന്നത് എന്താണോ അതാണ് വിദ്യാഭ്യാസം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. 18-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ ഓടിട്ട വീടുകൾ വെക്കുന്നതിനോ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതുപോലെ തന്നെ കണ്ടുകൂടായ്മയും ഒക്കെ അത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സന്ദർഭത്തിൽ ഇവിടെ സാധാരണക്കാരുടെ ഇടയിലേക്ക് മിഷനറിമാർ വിദ്യാഭ്യാസം കൊണ്ടുവന്നതായിരുന്നു ശരിയായ അർത്ഥത്തിൽ നമ്മെ വിമോചനത്തിലേക്ക് നയിച്ചത്. മിഷനറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനം അടിമത്തത്തിനെതിരായിരുന്നു. ഇന്നത്തെ പഴയ നിയമ വേദപാഠഭാഗം നാം വായിച്ചു കേട്ടു. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായത്തിന്റെ അതിന്റെ 5-6 വാക്യങ്ങളിൽ ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, എന്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്, അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും, അതിൽ പ്രിയം വെക്കുക, അത് നിന്നെ സൂക്ഷിക്കുമെന്ന് നാം വായിച്ചു കേട്ടു. വിജ്ഞാനത്തിന്റെ ദൃശ്യമായ രൂപമാണ് യേശു എന്നുള്ള അറിവ് ഉണ്ടാകുമ്പോഴാണ് നാം വിമോചനത്തിലേക്ക് നയിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും അനുഷ്ഠിക്കുന്ന പല ആചാരങ്ങളും അടിമത്തങ്ങളും ഇന്നും ചോദ്യം ചെയ്യപ്പെടാതെ തുടരുന്നുണ്ട്. ചിലതൊക്കെ സ്ത്രീധനം, അതുപോലെ ജാതി വ്യവസ്ഥിതി, എത്രയോ ആളുകൾ ഈ 2 കാര്യങ്ങളുടെ പേരിൽ ഇപ്പോഴും കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതായി നാം ദിവസം നമ്മുടെ മാധ്യമങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീധനവും ജാതി വ്യവസ്ഥിതിയും, അതുപോലെ ആർഭാടമായ വിവാഹങ്ങൾ. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ആർഭാടമായ വിവാഹങ്ങൾക്ക് ഒരു ശമനമുണ്ട്. ശബ്ദമലിനീകരണം, പരിസര മലിനീകരണം, കുട്ടികളെ ചൂഷണം ചെയ്യുന്ന
ആ രീതി. ബാലവേല ഇപ്പൊ ഈ 2 ദിവസം മുന്നേ ഉണ്ടായിരുന്നു തമിഴ്നാട്ടില് ബാലവേലയ്ക്ക് കൊണ്ടുവരുന്ന കുട്ടികളെ പോലീസ് പിടിച്ചു. അവരെ ഒന്നായിട്ട് കൂട്ടത്തോടെ കൊണ്ടുപോവുകയാണ് ഈ എസ്റ്റേറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്നതിന് വേണ്ടി. വിദ്യാഭ്യാസം സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ആചാരങ്ങളെ ചോദ്യം ചെയ്യണം. അത്തരം ഘടനകൾക്കെതിരെ പ്രവർത്തിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം. സഭയുടെയും ഉത്തരവാദിത്തമാണ്. വിമോചനം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആവശ്യമാണ്. പണക്കാരനും പാവപ്പെട്ടവനും വിദ്യാവിഹീനനും രോഗിക്കും അതുപോലെ ബന്ധനത്തിലിരിക്കുന്നവനും അടിമത്തവും പീഡനവും അനുഭവിക്കുന്നവനുമെല്ലാം വിമോചനം അനുഭവവേദ്യമാകണം. അത് നൽകാൻ സഭയ്ക്ക് സാധിക്കണം. ദൈവാലയത്തിൽ അധികാരത്തോടെ വചനഘോഷം നിർവഹിച്ച കർത്താവ് അതേ അധികാരത്തോടെ അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നു. ദൈവവചനത്തിന്റെ വിമോചന ശക്തി അവിടെ പ്രകടമാണ്. വിദ്യാഭ്യാസം എല്ലാ അടിമത്തങ്ങളെയും ബന്ധനങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. അത് അശുദ്ധി മാറ്റി ശുദ്ധി നൽകുന്നതാണ്. പുതിയ സമൂഹ നിർമ്മിതിയിലേക്ക് സമൂഹത്തെ നയിക്കുന്നതാണ്. അവസാനമായി സഭയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷ മൂല്യാധിഷ്ഠിത സമൂഹത്തിന്റെ നിർമ്മിതിയിലേക്ക് നയിക്കുന്നു. ഇന്നത്തെ ലൂക്കോസ് സുവിശേഷമാണ് ഇന്നത്തെ നമുക്ക് സുവിശേഷ പാഠഭാഗമായി നൽകപ്പെട്ടിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 31 മുതൽ 44 വരെയുള്ള ഭാഗങ്ങളിൽ അവിടെ അശുദ്ധാത്മാവുള്ള മനുഷ്യനെ യേശു കർത്താവ് വിമോചിപ്പിക്കുന്നു. അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. അശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ വ്യക്തിത്വം വികലമാക്കുന്ന ഒന്നാണ്. ശരീരം, മനസ്സ്, ആത്മാവ് അല്ലെങ്കിൽ ദേഹം, ദേഹി, ആത്മാവ് എന്ന് നാം പറയുന്നത്, ഇവ ചേരുന്ന വ്യക്തിത്വമാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ദുർബലമായാൽ ആ വ്യക്തിത്വം ഈ പറഞ്ഞതുപോലെ വികലമാക്കും. ശരീരത്തിന്റെ രോഗം, മനസ്സിന്റെ രോഗം, ആത്മാവിന്റെ ദുർബലത, ഇവയെല്ലാം ഓരോ വ്യക്തിയിലും വ്യത്യസ്തങ്ങളായ വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നു. യേശു കർത്താവ് അശുദ്ധാത്മാവിനെ നീക്കി വികലമായ ആളത്വത്തിന് പകരം വികലത ഇല്ലാത്ത ആളത്വത്തെ പുനഃസ്ഥാപിക്കുന്നു. കർത്താവിന്റെ ഉപദേശവും പഠിപ്പിക്കലും അശുദ്ധാത്മാവുള്ള മനുഷ്യന്റെ ബന്ധനം മാറ്റാനും അവനെ സമൂഹത്തിന്റെ ഭാഗമാക്കുവാനും സഹായിച്ചു. കർത്താവിന്റെ പഠിപ്പിക്കലുകൾ കർമ്മോന്മുഖമായിരുന്നു, ക്രിയാത്മകമായിരുന്നു. ഫിലിപ്പോസിൽ നിന്നും സുവിശേഷം കേട്ട ഷണ്ണൻ കർത്താവിനെ സ്വീകരിക്കുന്നു. വിദ്യാഭ്യാസമാകണമെങ്കിൽ അത് രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കും. രൂപാന്തരീകരണം ഇല്ലാത്ത വിദ്യാഭ്യാസം വിനാശകാരിയായിരിക്കും. വിദ്യാഭ്യാസം മനുഷ്യ നന്മയ്ക്കായി സംഭവിക്കണം. ജീവന്റെ പരിരക്ഷയ്ക്കും പരിപോഷണത്തിനുമൊക്കെ അത് ഉതകണം. വിദ്യാഭ്യാസം സമൂഹ രൂപാന്തരത്തിനുള്ള ഒരു മാർഗമാണ്. അത് ഒരുവനെ യഥാർത്ഥ മനുഷ്യനാക്കുന്ന ഒന്നാണ്. ലാഭനഷ്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടേണ്ട ഒന്നല്ല വിദ്യാഭ്യാസം. അത് പകർന്നു നൽകുന്ന മൂല്യങ്ങൾ മനുഷ്യനെ സാമൂഹ്യോന്മുഖരാക്കണം, അല്ലെങ്കിൽ സമൂഹത്തിന് നന്മ പകരുന്നവരാക്കി തീർക്കണം. സ്നേഹവും ക്ഷമയും സഹവർത്തിത്വവും സഹനശക്തിയും സുഹൃത്ത് മനോഭാവവും മറ്റുള്ളവരെ സേവിക്കുവാനുള്ള സന്നദ്ധതയും മൂല്യാധിഷ്ഠിത സമൂഹത്തിന് ആവശ്യമാണ്. വിദ്യാഭ്യാസവും അത് പകർന്നു നൽകുന്ന ജീവിത ദർശനവും സ്നേഹത്താൽ പ്രേരിതവും സ്നേഹത്തിൽ അധിഷ്ഠിതവുമായി തീരുമ്പോഴാണ് ഒരു പുതിയ ലോകസങ്കല്പത്തിലേക്ക് ഉയരുവാൻ മനുഷ്യർക്കാവുന്നത്. അതായിരിക്കണം സഭയിലെ വിദ്യാഭ്യാസ ശുശ്രൂഷ. കമ്പോളവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസം ഇന്ന് മനുഷ്യബന്ധങ്ങളെ ലാഭനഷ്ട കണക്കുകളുടെ വെളിച്ചത്തിൽ മാത്രമാണ് വീക്ഷിക്കുന്നത്. അറിവും കഴിവും സ്വഭാവ രൂപീകരണവും നൽകുന്നതാണ് വിദ്യാഭ്യാസം. പക്ഷേ അറിവ് മാത്രമേ ഇന്ന് വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്നു. വിദ്യാഭ്യാസം ജീവിതബന്ധിയാണ്. പഠിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം യേശു സഭയ്ക്ക് നൽകിയിരിക്കുന്നു. അതിനായുള്ള കർത്താവിന്റെ കൽപ്പന വളരെ ശക്തമാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്, ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്നാണ്. ഉത്തരവാദിത്വം നിറവേറ്റുമ്പോഴാണ് സഭയുടെ നാഥനായ കർത്താവിനോട് നീതി പുലർത്തുവാനും
സമൂഹത്തോടുള്ള കടമ നിറവേറ്റുവാനും നമുക്ക് സാധിക്കുന്നു. അത്തരത്തിൽ ദൈവരാജ്യ മൂല്യങ്ങൾക്കനുസൃതമായി നീതിയിലും സമാധാനത്തിലും അടിസ്ഥാനമിട്ടാൽ ഒരു വിദ്യാഭ്യാസ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സകലത്തെയും അറിയുന്ന ഞങ്ങളുടെ ദൈവമേ, ലോകത്തെ ഏറ്റവും വിലയേറിയത് ജ്ഞാനവും അറിവും വിവേകവുമാണെന്ന വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും സത്യത്തിലേക്ക് വിജ്ഞാനത്തിലേക്കും വഴി നടത്തുവാൻ അധ്യാപകരെയും സഹായിക്കാൻ, വചനത്തിൽ അധിഷ്ഠിതമായ വിമോചനത്തിന്റെ പ്രതിനിധികളാകുവാൻ ഓരോരുത്തരെയും ശക്തീകരിക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. നമുക്ക് അവസാനമായി 3-ാം ഗീതത്തിന്റെ 3-ാം ചരണം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പിതാകുമാരനും ആത്മാവുമായവനും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ആശീർവാദം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.